സ്വദേശത്തും വിദേശത്തും കൂടുതൽ തൊഴിലവസരങ്ങളുള്ള സാപ്പ് കോഴ്സുകൾ ഇപ്പോൾ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിലൂടെ ഇന്റേൺഷിപ്പോട് കൂടിയും പഠിക്കാം. I tell you something very clearly. എനിക്കറിയായിരുന്നു ആ മൊമെന്റ് my family will break. That broke me inside. എനിക്ക് ഫിസിക്കലി ക്യാൻസർ വന്നെങ്കിലും എൻ്റെ ക്യാൻസർ ജേർണിയിൽ എൻ്റെ ഫുൾ ഫാമിലി വാസ് ഇൻ ദ ജേർണി. എന്നെ എടുത്ത് ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ എൻ്റെ പപ്പ മമ്മി എല്ലാവരുടെയും അവർ തകർന്നു എന്ന് എനിക്ക് മനസ്സിലായി. My parents are crying, I know that. പപ്പ സെറ്റ് ഇപ്പം എനിക്ക് സന്തോഷമാണ്, എൻ്റെ മക്കൾ എൻ്റെ അടുത്ത് സേഫും സന്തോഷത്തിലുമാണ്. Now I'm fallen completely in my life. Third person, when you see me, I'm a complete broke person. And if you see me like that, you might cry with me for a long time. But if you see me get up, you will smile. Do you miss that? Yes, I miss him. Yeah, I know. Dimple Bal, hi! എങ്ങനെയായിരുന്നു ആ ബിഗ് ബോസ് ലെവൽ? സത്യം പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഞാൻ വിചാരിച്ചു ദൈവമേ ഞാൻ ഇവിടെ കുടുങ്ങി. ആദ്യത്തെ ആഴ്ച ഫുള്ള് ആക്ടിങ്ങിന്റെ ടാസ്ക് ഒക്കെ ആയിരുന്നു. ഈ ടാസ്ക് ഒക്കെ ചെയ്യുന്നതെങ്കിൽ നല്ല ആർട്ടിസ്റ്റിനെ വിളിച്ച പോലെ എന്നെ എന്തിനാണ് വിളിച്ചത്? Today I'm 33. Alright. Okay, I don't look, അത് മാറ്റിയിട്ട് 23 ആക്കി. എൻ്റെ ലൈഫിൽ എന്തിനാണ് നിങ്ങൾ ഇത്ര ഇന്റർഫിയർ ചെയ്യുന്നത്? ഞാൻ നിങ്ങളുടെ ലൈഫിൽ ഇന്റർഫിയർ ചെയ്യുന്നില്ലല്ലോ. ലിവ് ആസ് യു വാണ്ട്. കാരണം വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു, ബാംഗ്ലൂർ പോകാനത് പഠിപ്പിക്കാൻ വിടൂല. ഞാൻ ആ വാശിക്ക് അവര് തെറ്റാണ്, മമ്മിയും പപ്പായുടെയും ചിന്താഗതി തെറ്റാണെന്ന് അവരെ പ്രൂഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബാംഗ്ലൂരിലോട്ടേക്ക് പോയി. മോഡലിംഗിന് കിട്ടിയ എല്ലാ പൈസ സേവ് ചെയ്ത് ഫീസ് കൊടുത്തു. എന്റെ മമ്മിയും പപ്പയുടെ ലവ് സ്റ്റോറി ഞാനാണ് ഒരു 90-something times കേട്ടിട്ടുണ്ടാവുക. For them, education was not about getting first rank. Education means life. Hi, hello, Behind Woods Eyes viewers. Welcome to our show, Little Chat with Liz. I'm so excited to welcome my guest. She's also known as the Iron Lady of Bigg Boss. Let me welcome Dimple Bal. Hi. And welcome to the show. അത് കുറച്ച് എക്സാജറേറ്റഡ് ആയിട്ട് പറഞ്ഞു. അയൺ ലേഡി എന്നൊക്കെ പറഞ്ഞു. Yes, thank you. ജനങ്ങൾ തന്ന പേരാണ്. I love you. Okay, so how was life after Bigg Boss and before Bigg Boss? Before Bigg Boss, നല്ല പണിയായിരുന്നു. ഓക്കെ, ബിക്കോസ് ഐ ഹാവ് ദിസ് ഓൺലൈൻ ഹെയർ വർക്ക്. ഓൺലൈൻ ഞങ്ങളുടെ ഹെയറിൻ്റെ ഒരു വർക്ക് ഉണ്ട്. സോ ഐ സ്റ്റാർട്ടഡ് ദെൻ തിങ്കിൾ ജോയിൻ, പിന്നെ മമ്മി, ഞങ്ങൾ മൂന്നുപേരും കൂടെ റൺ ചെയ്യുന്നൊരു വർക്കായിരുന്നു. സോ നല്ല പണിയുണ്ടായി. അപ്പോൾ ഞാൻ തന്നെ വീട് ക്ലീൻ ആക്കണം, ഞാൻ തന്നെ എണ്ണ പാക്ക് ചെയ്യണം. സോ ഇറ്റ് ഈസ് ഓൺലി അസ്. തിരിച്ചു വന്നിട്ടും ഇതേ അവസ്ഥയാണ്. ലൈഫിന്റെ മാറ്റം വന്നിട്ടില്ല. ആൻഡ് ദിസ് ഇസ് വാട്ട് ഐ വാണ്ടഡ്. ഞാൻ തിങ്കിളിനോട് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, സി ഐ ഡോണ്ട് ലൈക്ക്, എനിക്ക് ഈ ക്യാമറാസ് ഇഷ്ടമല്ല, എനിക്ക് ആക്ട് ചെയ്യാൻ അറിയത്തില്ല. ഇറ്റ്സ് എ സ്കിൽ, യു ആർ ബോൺ വിത്ത് ഇറ്റ്. ഓക്കെ, ഐ എം നോട്ട് എക്സെപ്റ്റ് നമ്മൾ നമ്മുടെ ക്വാളിറ്റീസ് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഐ ഡോണ്ട് ഹാവ് ദിസ് പെർട്ടിക്കുലർ ക്വാളിറ്റി. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, എനിക്കൊരൊറ്റ ഇതേ ഉള്ളൂ, ഹൗ ഐ എം ഗോയിങ്. ഓക്കെ, ഞാൻ എങ്ങനെയാണോ പോകുന്നത്, ഞാൻ അങ്ങനെ തന്നെ തിരിച്ചു വരണം. ഞാൻ അങ്ങനെ തന്നെ തിരിച്ചു വന്നു. ഐ എം ഹാപ്പി. All right. I'll tell you something. Okay, dimple effect എന്നാണ് ഞാൻ അതിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. I'll tell you what. Okay, so the other day ഞങ്ങളുടെ ഒരു one of our videos one of our guest was like ഭയങ്കര ഷോർട്ട് ആയിട്ടുള്ള, she was wearing like ഒരു ഇങ്ങനെ റഗർ ജീൻ ഒക്കെ ഇട്ടിട്ട് വരായിരുന്നു. Okay, so then somebody said, എന്താണ് പൈസ ഇല്ലേ നല്ലൊരു ജീൻ വാങ്ങിയിടാൻ? അപ്പം then never ever comment on costume. അതിന്റെ സൈഡിൽ ഇങ്ങനെ Dimple Bal. സത്യം പറയട്ടെ, എൻ്റെ ജീവിതകാലം മൊത്തം ആസ് എ പേഴ്സൺ ഞാൻ ഭയങ്കര സെൽഫ് ടോക്കിംഗ് ഉള്ള ഒരാളാണ്. ഓക്കെ, ഐ ടോക്ക് എ ലോട്ട്. അപ്പം ഞാൻ എപ്പോഴും പറയും, എനിക്ക് ഒരു പപ്പയ്ക്ക് മാത്രം അറിയാം. ഓക്കെ, ബിക്കോസ് പപ്പയുടെ ആണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. പപ്പ अरे सोसाइटी में ये प्रॉब्लम वो प्रॉब्लम है, ये प्रॉब्लम ഉണ്ട്, അവരെന്ത് ഇങ്ങനെ ചിന്തിക്കാത്ത ഇങ്ങനെ ചിന്തിക്കുക. എനിക്കൊരു പ്ലാറ്റ്ഫോം കിട്ടുന്നു. പാപ്പ മേർക്ക് एक സ്റ്റേജ് ചെയ്യേ. ആ സ്റ്റേജിൽ പോയി ഞാൻ എൻ്റെ ഒരു പെർസെപ്ഷൻ ഞാനൊന്ന് ഷെയർ ചെയ്യട്ടെ. എക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ചേട്ട, അല്ലാത്തൊരു ഓക്കെ ഫൈൻ, നമ്മളെയും എക്സെപ്റ്റ് ചെയ്യാം. ഐ ഡിഡ് നോട്ട് എക്സ്പെക്ട് ദിസ് മച്ച്. ഓക്കെ, സത്യം പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഞാൻ വിചാരിച്ച് ദൈവമേ ഞാൻ ഇവിടെ കുടുങ്ങി. കാരണം ഇതിനകത്ത് ഫുൾ നമ്മൾ നോട്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ ആഴ്ച ഫുള്ള് മറ്റേ ആക്ടിങ്ങിൻ്റെ ടാസ്ക് ഒക്കെ ആയിരുന്നു. ഞാൻ ഓർത്തു, ആഹാ, ഈ ടാസ്ക് ഒക്കെ ചെയ്യുന്നതെങ്കിൽ നല്ല ആർട്ടിസ്റ്റിനെ വിളിച്ച പോലെ, എല്ലാ ആക്ട്രസിനെ വിളിച്ച പോലെ എന്നെ എന്തിനാണ് വിളിച്ചത്? ഞാൻ അതിൽ നന്നായിട്ട് ഉള്ളിൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായി. പിന്നെ 18, 19, 20 ഡിഫറൻസേ ഉള്ളൂ വോട്ടിന്റെ. ഞാൻ അങ്ങനെ അത് കാണുന്നുള്ളൂ. എനിക്ക് എത്ര കിട്ടിയെന്നാണ് ഞാൻ നോക്കുന്നത്, എനിക്ക് എത്ര ബാക്കിയുള്ളവർക്ക് എത്ര കിട്ടിയെന്നല്ല. ഹൗ മച്ച് ഐ ഗോട്ട്. ഓക്കെ, ഐ വെന്റ് വിത്ത്, എന്താ പറയുന്നത്, ഓണസ്റ്റ്ലി സ്പീക്കിംഗ്, ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ പേജിൽ 12K. ഓക്കെ, 12K. തിരിച്ചു വരുമ്പം ഐ ഹാവ് മോർ ദാൻ 250K.
Alright. Great. പുറത്തിരിക്കുമ്പോൾ ഡിംപിളിന് ഒരു 50K എങ്കിലും കിട്ടൂലോ അതെ, അതെ. ആയിരിക്കും എന്ന് അവര് ഷെയർ ചെയ്തു. ഐ എം ലൈക്ക് 50K എങ്കിലും ആയാൽ മതിയായിരുന്നു. സോ 50K വാസ് let's say someone said Right. okay ഞാൻ അതുപോലും എനിക്കറിയില്ല ഐഡിയ ഓഫ് ദിസ് തിങ് ആൻഡ് ഐഡിയോളജി മാച്ച് ആയാലും മാത്രമേ നമ്മളെ പീപ്പിൾ വിൽ ഫോളോ. Right, right. And when I saw these many people and they're just not people, okay. ഒരു ഫാൻ എന്ന് പറയുമ്പോൾ ഓക്കെ ആ ചേച്ചി കഴിഞ്ഞു. എനിക്ക് ലെറ്റേഴ്സ് ആണ് വരുന്നത്. Okay, I get letters in Insta box messages about just our venting out ആണ് the emotion. Okay, when I'm reading that എല്ലാ messages read സത്യാവസ്ഥ എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം പോയിക്കൊണ്ടിരിക്കും. ഞാൻ മെസ്സേജ് റീഡ് ചെയ്തുകൊണ്ട് because എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അവർ അത് എഴുതുമ്പം ദേ റൈറ്റിംഗ് ചേച്ചി ഞങ്ങളുടെ കൈ ഷിവർ ചെയ്യാണ് യുവർ ലൈഫ്. അതായത് ഞാൻ പോലും അറിയാതെ എൻ്റെ ലൈഫ് ഒരു ഇൻസ്പിറേഷനായി അല്ലെ ലാസ്റ്റ് ഒരു മൊമെന്റിൽ ഞാൻ ബ്രേക്ക് ഡൗൺ ആവുന്ന ഒരു നിമിഷമുണ്ട് അതിൻ്റെ ഉള്ളിൽ. ദാറ്റ് ടാലൻറ്റ് ഷോ. ഓക്കെ, ആ ടാലൻറ്റ് ഷോയിലാണ് അതുവരെ ഞാൻ ടാസ്ക് ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. ഓക്കെ ഫൈൻ. But still I was I'm like okay fine again talent show nu so what is my talent എന്ന് ഞാൻ എന്നോട് ഇരുന്ന് ചോദിച്ച ആ ടേബിളിൽ ഇരുന്ന് I am thinking myself. Okay. And that is where ആ ഒരു ഷീറ്റ് ആ റഫ് ഷീറ്റിൽ എനിക്കറിയില്ല അത് കാണിച്ചില്ലെന്ന് ആ റഫ് ഷീറ്റിൽ ഞാൻ എഴുതുവാണ് my life is talent. വേറെ എന്താ ഞാൻ പറയാ because I was an athlete. ഇനി ഓടി കാണിക്കാൻ പറ്റൂലല്ലോ, അത് കഴിഞ്ഞു. Okay, so what is next? So I was thinking what did I do after my എൻ്റെ ആ ഒരു ഫിസിക്കൽ കണ്ടീഷന് ശേഷം ഡിംപിൾ ബാൽ എന്ന വ്യക്തി ചെയ്തത് എന്താണ് ടാലന്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. അത് ഞാൻ അവിടെ ഇരുന്ന് ചിന്തിച്ചൊരു കാര്യം. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സർവൈവൽ. എൻ്റെ സർവൈവലാണ് എൻ്റെ ഏറ്റവും വലിയ ടാലന്റ്. ബിക്കോസ് if I'm able to succeed to live every day എനിക്ക് വേറെ എന്താ വേണ്ടത്? കാരണം അതാണ് എൻ്റെ നീഡ് ആൻഡ് നെസസിറ്റിയും ഇതും. അതെനിക്ക് ചിരിച്ചുകൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ there was a physical condition and there was a time when I was mentally വീഴുക എന്നല്ല mentally തളർന്നു. ഓക്കെ, പാപ്പ പോയി ആൻഡ് സ്റ്റിൽ അത് കഴിഞ്ഞിട്ടും ഉള്ളിൽ വന്നിട്ട് jab main dekhti hu when I come back when I'm seeing that I perform my task. I don't know from where you get that strength and you have to come back to life. Right. And I was hoping that abhi agar main gir gayi, if now I'm fallen completely in my life. If as a third person when you see me, I'm a complete broke person. And if you see me like that, you might cry with me for a long time. Right. But if you see me get up, you'll smile. I think how the emotion like that kept you going. And what do you think really? So much of love for you, and what made you stay there? Honestly speaking, സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ കുറേ കാര്യങ്ങളൊക്കെ കണ്ടു ഞാൻ ചോദിച്ചു ഞാൻ എന്തിനാ ഇങ്ങോട്ട് വന്നേക്കുന്നത്? എനിക്ക് പുറത്ത് ഒന്നും ഇല്ലല്ലോ, ഇത്രയും ഡിസ്റെസ്പെക്ട് ഇല്ല. എൻ്റെ കുഞ്ഞു കുട്ടികൾ എൻ്റെ കുഞ്ഞു കുട്ടികളൊക്കെ ഞാൻ ട്രെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്രൂം ചെയ്യുന്ന കുട്ടികൾ അവർക്കൊക്കെ കണ്ടിട്ട് വിഷമാവും. ദിസ് ഈസ് നോട്ട് വാട്ട് ഐ എക്സ്പെക്റ്റഡ്. ബിക്കോസ് എന്നോട് പറഞ്ഞത് ടാസ്ക് ചെയ്യുക ഡിംപിൾ, ഇത് ചെയ്യുക. അതിൻ്റെ അടുക്ക് സംതിങ് talking about dead people was out of my that was എന്താ പറയാ എൻ്റെ തലയുടെ മേലിൽ കൂടെ പോകുന്ന ഒരു സാധനമാണ്. how a human can make a dead person that is what അപ്പോൾ ഏതെങ്കിലും ഒരു മൊമെന്റിൽ ഡിംപിളിന് തോന്നി അതായത് they will go any distance to demean അല്ലെങ്കിൽ what you are trying that is the wrong thing എന്ന് prove ചെയ്യാൻ വേണ്ടി they will go any side or എൻ്റെ മനസ്സിലൊരു കാര്യം ഉണ്ടായി വെരി സ്ട്രോങ്ലി. എനിക്ക് വഴക്ക് ഈ ആഴ്ചകളിൽ കിട്ടുന്നുണ്ടായിരുന്നു. ഞാൻ ഒരു സ്ട്രോങ്ലി ഒരു കാര്യം, ഞാൻ ഇങ്ങനെ തന്നെയാണ്, ഞാൻ മാറാൻ പോകുന്നില്ല. ജനങ്ങൾ ഈ what I love about this public, ഈ പ്രാവശ്യത്തെ നമ്മുടെ people are so intelligent. So intelligent. അവർ കാണുക, they are not seeing, they are watching. Alright. There is a difference. അവർ ജസ്റ്റ് ഇങ്ങനെ നോക്കൂ മാത്രമല്ല, അവർ കാണുകയാണ്. So they are deep into every person. So they have analyzed and observed beyond what was shown about each person. And that was the best part. എനിക്ക് എൻ്റെ I was confident about me. And I know what I was speaking there, what I'm doing there. ഇതിനപ്പുറം അവർക്ക് വേറെ ഒന്നും കാണിക്കാൻ പറ്റില്ലല്ലോ. So whatever I am, it has been shown. That I'll tell you. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. Maybe for the first week, okay, about Juliet and our trusting issue. But അതായത് people didn't stop there. Yeah, they didn't. They were guys. They were guys who went and this is what is happening. What she said is
100% ട്രൂ എന്ന് പ്രൂവ് ചെയ്യാൻ ഞാനൊരു കാര്യം ചോദിച്ചിട്ട് ഒരൊറ്റ ആൻസർ ഇതിന് തരുന്നുള്ളൂ. someone with common sense will not talk about it when മോഹൻലാൽ സർ has spoke about it. അവിടെ ഞാൻ അതിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടു. You understand? I did the full stop because there was a conversation between me and Bigg Boss. We have a word. I trusted because everyone trusts Bigg Boss there. That's the only person who's unbiased to, everyone. അപ്പോൾ ഞാനത് വിശ്വസിച്ചു. ഓക്കെ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും ഡിംപിൾ എന്നൊരു പ്രോമിസ് എനിക്ക് തന്നു. ആൻഡ് വെൻ മോഹൻലാൽ സർ കെയിം ആൻഡ് സ്പോക്ക്, ആദ്യം ഞാൻ വിചാരിച്ചത് ഇതൊരു പ്രാങ്ക് ആയിരിക്കും, ചിലപ്പോൾ പേടിപ്പിക്കാനായിരിക്കും എന്ന്. Because I have not seen him in personally, okay, only his, in movies I have seen sir. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ പറഞ്ഞു, ഡിംപിൾ സാറിൻ്റെ കൂടെ ഞങ്ങൾ ഇത്രയും വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരിക്കലും സാർ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ എനിക്കുള്ളിൽ ഭയങ്കര ഒരു ഹോപ്പ് ദാറ്റ് റൈറ്റ് തിങ്. ഇതിനെ അറ്റ്ലീസ്റ്റ് ഞാൻ ഉള്ളിലും റിക്വസ്റ്റ് ചെയ്തൊരു കാര്യമുണ്ട്, ഇതിനൊരു തമാശയാക്കല്. When Mohanlal sir came and spoke about it, and he said അവർ വീട്ടുകാരെ വിളിച്ചു, എല്ലാം അന്വേഷിച്ചു, സാറിന് അത് പറയേണ്ട ആവശ്യം പോലും ഇല്ല. ലെറ്റ്സ് സേ ഇഫ് ഇറ്റ് ഇസ് ജോബ് ഓൾസോ, ലെറ്റ്സ് സേ ഒരു സ്ക്രിപ്റ്റ് സാറിന് കൊടുക്കുകയാണ്, സാറിന് എല്ലാം ആഴ്ചയിൽ കാണാനുള്ള ഇതില്ല, സമയമില്ല. ആൻഡ് സ്റ്റിൽ ലെറ്റ്സ് സേ സാറിന് ഒരു ഔട്ട്ലൈൻ കൊടുക്കും, he watches also some like clips അവർ കൊടുക്കുന്ന പോലെ. He speaking about it. He can say I will not speak about it. But he did because it was truth. Because മോഹൻലാൽ സാറിനെ പോലെ ഒരാൾ അതിനെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ അതും ഇത് വീടിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യമല്ല. ദിസ് ഇസ് സംതിങ് അബൌട്ട് സംതിങ് വെരി സെൻസിറ്റീവ്. ഇഫ് ഹി ഈസ് സ്പീക്കിംഗ് അബൌട്ട് ഇറ്റ്, ഇനി ബാക്കി എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? The answer is already given. The answer is already given, not only inside but outside. ഒരു നിമിഷം എനിക്ക് തോന്നിയിരുന്നു, ദീമേ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആൾക്കാർ. പിന്നെ എൻ്റെ മനസ്സിൽ വന്ന ഇതാണ്, ഓ ഡിംപിൾ എക്സെപ്റ്റ് ഇങ്ങനെയും ആൾക്കാർ സൊസൈറ്റിയിൽ ഉണ്ടാവും, നമ്മൾ എങ്ങനെയായിരിക്കും അത് ഫേസ് ചെയ്യാ. ഇത് ഡിംപിൾ ആയിട്ട് എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ട്, അപ്പൊ ബാക്കിയുള്ളവരുടെ അവസ്ഥ ഓർത്ത് നോക്കുക. Let me ask you, growing up എപ്പോഴെങ്കിലും ഡിംപിൾ തോന്നുന്നു, I mean I don't fit in and it's like ഇവിടെ നാട്ടിൽ വന്നപ്പോൾ അങ്ങനെ ഒരു ഫീൽ ഒക്കെ ഉണ്ടായിരുന്നു. ട്രൂ. ഞാൻ ഫസ്റ്റ് ഇവിടെ വരുമ്പം ലൈക്ക് കേരളത്തിൽ വരുമ്പം 2011, ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ഡൽഹി ലൈഫ് എന്ന് പറയുമ്പോൾ വലിയ വിചാരിക്കുന്ന പോലൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ വീട്ടിൽ നിന്ന് കോളേജിൽ നിന്ന് വീട്ടിൽ ഇത്രയും ഫ്രീഡം ഞങ്ങൾക്കും വീട്ടിൽ നിന്നുള്ളൂ. ആൻഡ് ഐ വാസ് ഇൻ JMC ജീസസ് ആൻഡ് മേരി കോളേജിലാണ് ഞാൻ, ഗേൾസ് കോളേജിലാണ് പഠിച്ചത്. സോ അവിടുത്തെ ഒരു എൻവയൺമെൻറ്റൽ അല്ലെ അവിടുത്തെ ഒരു കോളേജിൻ്റെ ഡിഫറൻസ് ഞാൻ ഇവിടെ തിങ്കൽ ഇവിടെ ഓൾറെഡി ഉണ്ടായി. സോ 3 months ഷീ ഈസ് ഓൾറെഡി ഹിയർ. അപ്പോൾ അവളുടെ കൂട്ടിനായിട്ട് എന്നെ അവിടെ നിന്ന് ചടിച്ചു വിടുന്നതാണ് ബേസിക്കലി. സോ വെൻ ഐ കെയിം ഹിയർ ഐ വാസ് എനിവേസ് ലൈക്ക് ദാറ്റ്. ഇങ്ങനെ തന്നെയായിരുന്നു ഞാൻ അപ്പോഴും. ചിലപ്പോൾ കുറച്ചും കൂടെ ഒരു ഷോർട്ട് ടെമ്പർ, കുറച്ചും കൂടെ ചെറുതായിട്ട് എക്സ്ട്രാ. അതായത് എന്നെ വിളിച്ചുകൊണ്ടിരുന്ന അഹങ്കാരി എന്നാണ്, എന്നെ വിളിച്ചുകൊണ്ടിരുന്ന ആരഗന്റ് ഗേൾ ആണ്. എന്നോട് വിളിച്ചത് ഇവക്ക് എന്താണ്, വാട്ട് ഷീ തിങ്ക് ഓഫ് ഹെർസെൽഫ്. വൈ? ബിക്കോസ് ഐ ഡോണ്ട് ടോക്ക് ടു യു. ജസ്റ്റ് ബിക്കോസ് ഐ ഡോണ്ട് ടോക്ക് ടു യു. ഞാൻ അഹങ്കാരിയാണെങ്കിൽ അത് തന്നെ ഞാൻ ആ ഒരു മൂഡിലായിരുന്നു പോയിക്കൊണ്ടത്. എന്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റും ബാക്ക് സ്റ്റേജിൽ നടക്കുന്ന അവരൊക്കെ എന്റെ ഫ്രണ്ട്സ് ആകും. യെസ്, ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ബിക്കോസ് പീപ്പിൾ ഡിഡ് നോട്ട് accept me the way I am. ഞാൻ എവിടെ നിന്ന് എന്ത് ചെയ്യും, പാർട്ടി. I was myself. I was 22-year-old girl and I was exploring. പിന്നെ എനിക്ക് മനസ്സിലായി it will take time because right now you're listening to me, or right now an adult will listen to me because today I'm 33. All right. Okay, I don't look, അത് മാറ്റിയിട്ട് 23 ആക്കി. Okay, my heart is always in there. പക്ഷെ അന്ന് ഞാനൊരു 22-year-old girl സെയിം സാധനം അവരോട് പറയുകയാണെങ്കിൽ they will be like, കുട്ടികളാണ്, നിങ്ങളിപ്പോൾ മനസ്സിലാക്കൂല. ഇതേ പെർസ്പെക്റ്റീവും ഇതേ തോട്ട്സും ഇത് കുറച്ചും കൂടെ പോളിഷ്ഡ് ആയെന്ന് ഞാൻ പറയുള്ളൂ. പക്ഷെ ഐ വാണ്ടഡ്, ഞാൻ ഇത്രേ അന്നും ചോദിച്ചിട്ടുള്ളൂ, എൻ്റെ ലൈഫിൽ എന്തിനാണ് നിങ്ങൾ ഇത്ര ഇന്റർഫിയർ ചെയ്യുന്നത്? ഞാൻ നിങ്ങളുടെ ലൈഫിൽ ഇന്റർഫിയർ ചെയ്യുന്നില്ലല്ലോ. ലിവ് ആസ് യു വാണ്ട്, വെയർ ആസ് യു വാണ്ട്. യു വെയറിംഗ് യെല്ലോ കളർ, യു വെയർ വാട്ട് യു ലൈക്ക്. അതിനെന്താ പ്രശ്നം എന്താ? അല്ലേ? ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഐ ഫൗണ്ട് ഇറ്റ് വെരി ഡിഫിക്കൽട്ട്. ആൻഡ് കുറേ കമൻസ് കേൾക്കും ജസ്റ്റ് ബിക്കോസ് ഐ എം നോട്ട് ഇന്ററാക്ടിങ് വിത്ത് ദം. അത് സത്യമാണ്. 11 years ആയി. ഇന്നും എൻ്റെ മൊബൈൽ എടുത്ത് നോക്കിയാൽ വളരെ കുറച്ച് നമ്പേഴ്സേ ഉള്ളൂ. വളരെ ഈവൻ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ പോലും ലൈക്ക് ഐ യൂസ് ടു മോഡൽ. ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയി ഫോർ മൈ ഫർദർ സ്റ്റഡീസ് MSc. അപ്പോൾ ഞാൻ മോഡലിംഗ് ചെയ്യുന്നു. മോഡലിംഗ് ചെയ്യുന്ന ഓരോ പൈസയും ഫുൾ എൻ്റെ ഫീസിന് കൊടുക്കണമായിരുന്നു. കാരണം വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു, ബാംഗ്ലൂർ പോകാനത് പഠിപ്പിക്കാൻ വിടൂല.
അപ്പൊ ഞാൻ ബാംഗ്ലൂർ പോണെ പഠിപ്പിക്കാൻ പറ്റില്ല. ഞാൻ ആ വാശിക്ക് അവര് തെറ്റാണ്, മമ്മിയും പപ്പായുടെയും ചിന്താഗതി തെറ്റാണെന്ന് അവരെ പ്രൂഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബാംഗ്ലൂരിലോട്ടേക്ക് പോയി. മോഡലിംഗിന് കിട്ടിയ എല്ലാ പൈസ സേവ് ചെയ്ത് ഫീസ് കൊടുത്തു, 2 വർഷത്തെ ഫീസ് കൊടുത്തു, 2 വർഷത്തെ സ്റ്റേ ഹോം കൊടുത്തു. സോ നമ്മൾ വാശിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അവിടെയും ഒരു ലേണിംഗ് ഉണ്ടായത്, വാശി നമ്മൾക്ക് നല്ലതാണ്, പക്ഷെ ടുവേർഡ്സ് വിച്ച് ഡിറക്ഷൻ. സോ ദേ വോണ്ടഡ് ടു, അവർ കെയർഫുൾ ആയിരുന്നു ബിക്കോസ് ഓഫ് ന്യൂസ് എല്ലാം കേൾക്കുന്ന കാരണം. പക്ഷേ അവരുടെ അത് ചിന്താഗതി ഞാൻ തുടങ്ങിയത് എൻ്റെ വീട്ടിൽ നിന്നാണ്. ഐ സ്റ്റാർട്ട് വിത്ത് മൈ ഹോം അബൌട്ട് ടു ചേഞ്ച് അബൌട്ട് പെർസ്പെക്റ്റീവ്. ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് നമ്മൾ എവിടെ പോകുന്നു, എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയാണോ, that matters. Okay, so let me ask you this then. Appo dad is like from North India, Yeah. mom is from South India. Yeah. So it's like two different different Culture. cultures Yes. are mixing together. So were you confused? Idil where we will fall ennoru doubt undavalo palarku? Never. No. No. Have you ever talked about how they met and their story? Yeah. Yeah. Obviously ഞാനാണ് എൻ്റെ വീട്ടിലെ ലിസ്റ്റർ. Okay. എൻ്റെ മമ്മിയും പപ്പായുടെ ലവ് സ്റ്റോറി ഞാനാണ് ഒരു 50,000 സംതിങ് ടൈംസ് കേട്ടിട്ടുണ്ടാവുക. ബിക്കോസ് എനിക്കറിയണം ആക്ച്വലി അവരെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ആക്ച്വലി എങ്ങനെ. സോ മൈ മോം എൻ്റെ മമ്മീനെ കുറിച്ച് ഇപ്പം എനിക്ക് 1900 അങ്ങനെ ഇയർ പറയാനറിയില്ല, ബട്ട് ഷീ വാസ് എ വെരി വെരി റിനൗൺഡ് സോഷ്യൽ ആക്ടിവിറ്റീസ് ഇവിടെ കട്ടപ്പന, ഇരട്ടിയാർ, ഇടുക്കിയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു യൂത്ത് സോഷ്യൽ ആക്ടിവിറ്റീസ് ആയിരുന്നു. പിന്നെ മമ്മിക്ക് മനസ്സിലായി കാര്യമൊന്നുമില്ല. ഓക്കെ, ഷി വോണ്ട്സ് to get into social work field. അങ്ങനെയാണ് മമ്മി മീററ്റിലെത്താം. മീററ്റിൽ ഒരു ഭാഷയും ഹിന്ദിയിൽ അറിയാതെ എത്തിപ്പെട്ടത് മയൂർ എന്ന് പറയുന്ന ഹോട്ടലിലാണ്. അവിടെ പാപ്പ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു, മമ്മി അവിടെ ടൈപ്പിസ്റ്റായിട്ട് ജോലി വാങ്ങിക്കാൻ പോയതാണ്. അപ്പോൾ മമ്മിയുടെ എൻ്റെ പോലത്തെ അല്ല മമ്മിയുടെ തഗ് ആറ്റിറ്റ്യൂഡും ആ നേച്ചറും പിന്നെ മുടി, മെയിൻലി മുടി. പാപ്പ പറഞ്ഞത് മെയിൻലി മുടിയാണ് നിന്റെ മമ്മിയെ കണ്ടത്. ദ വേ മമ്മിയുടെ സ്നേഹം ടുവേർഡ്സ് അവർ ഫാമിലി, അതായത് മമ്മി ഇൻകം ഏൺ ചെയ്യുന്ന എല്ലാ സാലറിയും ടെലിഗ്രാം വഴി വീട്ടിലേക്ക് എത്തുന്നു, പപ്പയുടെ സാലറി പപ്പ വീട്ടിലേക്ക് എത്തും. സോ ഐ തിങ്ക് അവർ രണ്ട് പേരിലുള്ള കണക്ഷൻ, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ലവ് അല്ല, ഇറ്റ് ഈസ് റെസ്പെക്ട് ആണ്. സോ ഐ തിങ്ക് ദാറ്റ്സ് ഹൗ ദേ മെറ്റ്. ഒബ്വിയസ്ലി ആരും സപ്പോർട്ട് ചെയ്യില്ല, പപ്പയുടെ ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് ഡെഫിനറ്റ്ലി ഇല്ല. അവിടെ നിന്നൊക്കെ ഭയങ്കര പ്രശ്നം, ബിക്കോസ് ഫസ്റ്റ് ഓഫ് ഓൾ പപ്പ ഇസ് രാജ്പൂത് ആൻഡ് ഇന്റർ കാസ്റ്റ്. അത് വലിയൊരു പ്രശ്നമാണ്, അത് തലമുറകൾ വരെ പോകും. അങ്ങനത്തെ ഒരു സംഭവമാണ് നമ്മുടെ വില്ലേജിൽ. വാട്ട് ഐ ലൈക്ഡ് അബൌട്ട് മൈ പേരൻസ് വർ ലൈക്ക് ദേ ഡിഡ്ന്റ് കെയർ അബൌട്ട് വാട്ട് പീപ്പിൾ ടോക്കിംഗ്. ദേ സ്റ്റാർട്ടഡ്, അവർ രണ്ടുപേരും അവരുടെ ഒരു ചെറിയ ബാഗ് എടുത്ത് ജയ്പൂരിലേക്ക് വിട്ടു. ഒരു 200 rupees എങ്ങാണ്ട് അവരുടെ കയ്യിലുണ്ടായിട്ടുള്ളൂ. അങ്ങനെ ജീവിതം തുടങ്ങി. സോ ഐ ഫീൽ ദേ ലൈഫ് വാസ് ഓൾ അബൌട്ട്, എപ്പോഴും ഞാൻ കുഞ്ഞിലെ മുതൽ ഓർക്കുന്നുണ്ട്, ദ ഓൺലി ഡിസ്കഷൻ അവരുടെ വീട്ടിലെന്ന് വെച്ചാൽ സ്കൂൾ മേ ജാओ, ഫസ്റ്റ് അല്ല സെക്കൻഡ് അല്ല തേർഡ് അല്ല, മനസ്സിലായോ പാസ്സായാൽ മതി. ഒരു ഡിമാൻഡ്സ് ഇല്ല, ബട്ട് എഡ്യൂക്കേഷൻ വേണം. സോ ഫോർ ദം എഡ്യൂക്കേഷൻ വാസ് നോട്ട് അബൌട്ട് ഗെറ്റിംഗ് ഫസ്റ്റ് റാങ്ക്. Papa always said you need education. Education is not about first rank. Education about നിങ്ങൾ സ്കൂളിൽ പോകുന്നത് സബ്ജക്ട്സിന്റെ നോളജ് മാത്രമാണ് കിട്ടുന്നത്. എഡ്യൂക്കേഷൻ മീൻസ് ലൈഫ്. ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നത് നമ്മൾ ചിന്തിക്കും. സോ വാട്ട് യു ആർ ഗോയിങ് ടു ഡു വിത്ത് വാട്ട് യു ആർ ലേണിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് കോൾഡ് എഡ്യൂക്കേഷൻ. അപ്പൊ അതിലാണ് കൂടുതൽ. അപ്പൊ കുഞ്ഞിലേക്ക് ഇങ്ങനത്തെ ഡയലോഗൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ അപ്പൊ ഞങ്ങൾ പറയും, ഒരു ബുക്ക് എടുത്തിട്ട് മമ്മി പാപ്പയുടെ ബുക്ക് ലേലോ और उसमें सारे डायलॉग लिखो, നിങ്ങൾക്ക് കുറെ മൂവീസ് ചെയ്യാൻ. ബിക്കോസ് ഫോർ അസ് എവറിഥിങ്, ഞങ്ങൾ കുഞ്ഞിലെ മുതൽ എന്ത് ചെയ്താലും പപ്പ ഈ പഞ്ച് ഡയലോഗ് അടിച്ചടിച്ച്. സോ അതാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. क्या है, किसी से डरना क्यों है, ऐसे सीधे बात करो. കുഞ്ഞിലെ മുതൽ നമ്മൾ അങ്ങനെ സോ ഞങ്ങൾ ഗേൾസ് ആണ്. घर में കരഞ്ഞോണ്ട് വരുമ്പോ റോക്കിക്കോ മാർക്കാണെന്ന് പറയുമ്പോ who has got that? ആ ഒരു Rajput blood, who either all three of your sisters, who has got that? Three of us, but in a different way. തിങ്കൽ ഇസ് വെരി, നമ്മൾ തിങ്കളുടേത് വെരി അൺപ്രഡിക്റ്റഡ് ആയിരിക്കും. അവൾ എപ്പോഴായിരിക്കും അടിക്കുന്നത്, അവളുടെ അടി കുറവാണ് ആൻഡ് റിയാക്ഷൻ ഇസ് ഡിഫറെന്റ്. എൻ്റേത് പപ്പ ഒരു കാര്യം എനിക്കുണ്ട് ഓർമ്മയുണ്ട്, തലയിൽ അടിക്കരുത്, തലയുടെ താഴെ അടിക്കുള്ളൂ, എന്നാലേ കേസ് ആകൂല. റൂൾസ് ഒക്കെ ഉണ്ട്, എല്ലാ അതും പഠിപ്പിച്ചു തരും. യു നോ വാട്ട് ഈസ് നെക്സ്റ്റ്, യു നീഡ് ടു ബി. സോ അപ്പം എനിക്ക് ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യം വരുമായിരുന്നു. എന്ന് വെച്ചാൽ ലൈക്ക് ദേഷ്യം, ലൈക്ക് ഞാൻ വരച്ചു എന്ന് വെച്ചാൽ അടിക്കും. ഓക്കെ, അപ്പോൾ അടി കുറവാണ്, പിടിക്കൽ കുറവാണ്.
സോ ബട്ട് ഞങ്ങൾ മൂന്നുപേരും നല്ല തല്ലുണ്ടാക്കിയിട്ടുണ്ട്. അങ്ങോട്ട് നമ്മൾ ചൊറിയാൻ വന്നവരെ നമ്മൾ തല്ലിയിട്ടുണ്ട്. പിന്നെ നമ്മളൊക്കെ തല്ലി കൈ കഴിക്കല്ലാതെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ലെറ്റ്സ് സ്റ്റാർട്ട് വർക്കിംഗ് വേർ ഇറ്റ് ഈസ് റിക്വയർഡ്. തോട്ട്സ് ഇവിടുന്നാണ് ചേഞ്ച് വരുന്നത്. സോ ലെറ്റ്സ് ഫോക്കസ് ദെയർ. അങ്ങനെ ഐ തിങ്ക് സൈക്കോളജി സേവ്ഡ് മീ. കാരണം until unless psychology degree ഉള്ളത് കാരണം people will listen to me. If you're speaking without this degree, people like degree എടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. മറ്റേ ഡോക്ടർ അങ്ങനെയല്ല പറഞ്ഞത്. You understand? So I think that's all stigma here in people. സ്കൂളിൽ ഫസ്റ്റ് റാങ്കോ അവർ നല്ല അല്ല എന്നല്ല ഞാൻ പറയുന്നത്. But it's all about start with how you think, whatever profession you begin. So let's work on that. So അങ്ങനെയാണ് എൻ്റെ ഈ ഇത് മൊത്തം തിരിഞ്ഞിട്ട് ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ബിഗ് ബോസിൽ പോയിട്ട് എൻ്റെ തിങ്കിളും മമ്മി പാപ്പ അപ്പു 4 പേരും പറഞ്ഞു ഇപ്പം അവളടിക്കും. അതായത് they know me well. ഞാൻ എപ്പോഴൊക്കെ അടി ഉണ്ടാകുന്ന സമയത്ത് യു ടേൺ എടുത്തിട്ടുണ്ടോ അതിന്റെ അർത്ഥം ഞാൻ അടി കൊടുക്കാണ്ട് എന്നെ തന്നെ ഞാൻ സേവ് ചെയ്യും. ബിക്കോസ് there is a rule and I respect that. There is a rule that you should not be physical and you should not be abusing. അത് എനിക്ക് ഏറ്റവും വലിയ ചാലഞ്ച് ആയിരുന്നു. verbal abuse. Because and എനിക്ക് തോന്നുന്നു മേ ബി നമ്മുടെ ഈ ഒരു ലാംഗ്വേജ് ഡു യു തിങ്ക് ഒരു ഈ മലയാളം നമ്മൾ പറയുമ്പോൾ അതിന്റെ ഒരു ടോണിൽ ആൾക്കാർക്ക് അത് മേ ബി അത് എന്റേതായിട്ടുണ്ട് മോഹൻലാൽ സാറിനുമായിട്ടുണ്ട്. അല്ലെ ദ തിങ് ഇസ് ദാറ്റ് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും അറിയത്തില്ല. ഞാൻ ഈ സംസാരിക്കുമ്പോൾ എൻ്റെ മൈൻഡിൽ ഞാൻ ഹിന്ദി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ഈ മലയാളം വരുന്നത്. സോ അതിന്റെ ഒരു സ്ലാങ് ഡിഫറൻസിലാണ് വരുന്നത്. കുറച്ചേരം മനസ്സിലായി. ഞാനിപ്പോൾ ഡു യു ജസ്റ്റ് ലിസൺ ടു സമ്മൺ ഓർ ഡു യു ഹിയർ ടു സമ്മൺ? എങ്ങനെയായിരുന്നു ആ ബിഗ് ബോസ് ലെവൽ ആറ്റിറ്റ്യൂഡ്? മീൻസ് വേർ യു ഹാവ് ടു ലിസൺ. ഡിഡ് യു ലിസൺ? Obviously I was not listening. That was not required. Okay. I felt this is not an important talking to be listening. The only part ഞാൻ ശ്രദ്ധിച്ച ബാക്കി അതുവരെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ ഫൈൻ എന്തെങ്കിലും വരുന്നു പറഞ്ഞു പോന്നു. ബട്ട് ഐ എം നോട്ട് ഗെറ്റിംഗ് ഇൻസൈഡ് ദാറ്റ് ആർ മേക്കിംഗ് ഇറ്റ് ഓർ ഇലാസ്റ്റിക്. അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. അണ്ടിൽ ലെറ്റേഴ്സ് ജൂലിയറ്റിന്റെ കാര്യത്തിൽ പോലും ദ മൊമെന്റ് മോഹൻലാൽ സർ ഫുൾ സ്റ്റോപ്പ് ഞാനത് അവിടെ നിർത്തി. ഓക്കെ ആൻഡ് റെസ്റ്റ് ഐ ലെഫ്റ്റ് ടു ഗോഡ്. ഓക്കെ ആൻഡ് പിന്നെ മൈ കണ്ടീഷൻ ഐ ടെൽ യു സംതിങ് വെരി ക്ലിയർലി. The only part was hurting me inside. വേദന നമുക്ക് എല്ലാ ദിവസവും എപ്പോഴും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഐ എം ഇൻ പെയിൻ. ഓക്കെ ബട്ട് ഐ എം സേയിങ് ഇസ് എനിക്കറിയായിരുന്നു ആ മൊമെന്റ് മൈ ഫാമിലി വിൽ ബ്രേക്ക്. ദാറ്റ് വാസ് ബ്രേക്കിംഗ് മീ ഇൻസൈഡ്. ദാറ്റ് ബ്രോക്ക് മീ ഇൻസൈഡ്. ദാറ്റ് വാസ് ബിക്കോസ് ഐ നോ ഞാൻ അതിൻ്റെ ഉള്ളിൽ പറഞ്ഞ പോലെ there was so many moments which is only between me and mom. There is only moments between me and papa. അത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടില്ല. You understand? Just to uplift me, ഞാൻ ജീവനോട് ഇരിക്കാനും മെന്റലി ഡിപ്രസ് ആയി പോകാതിരിക്കുക. ദർ സോ മച്ച് ഹാപ്പൻ. സോ എനിക്ക് ഫിസിക്കലി ക്യാൻസർ വന്നെങ്കിലും എൻ്റെ ക്യാൻസർ ജേർണിയിൽ എൻ്റെ ഫുൾ ഫാമിലി വാസ് ഇൻ ദ ജേർണി. സോ ഐ നോ ഇതെന്തെങ്കിലും തുടർന്ന് വെച്ചാൽ ദേ ആർ ഗോയിങ് ബാക്ക് ടു ദാറ്റ് പെയിൻ ഓഫ് എന്നെ എടുത്ത് ഇങ്ങനെ കൊണ്ടുപോകുന്ന ഓരോ സിറ്റുവേഷൻ. എൻ്റെ പപ്പ മമ്മി എല്ലാവരുടെയും ദേ ആർ അവർ തകർന്നു എന്ന് എനിക്ക് മനസ്സിലായി. ദാറ്റ് വാസ് ബ്രേക്കിംഗ് മീൻസ്. ഓക്കെ this I want to listen because I have to respond. This I have to listen and I have to respond because my parents are crying. I know that. If this is just a game, this is not a topic of a game. Yeah. Do you miss that? Yeah. Do you miss that? Yes, I miss him. Yeah, I know. So let me to be means what in that what is that as dad and mom what is the best thing they have given you as sisters? What did they teach you? They taught us स्वाभिमान, सेल्फ रिस्पेक्ट, स्वाभिमान. जिंदगी में इट्स लाइक पापा बोलते हैं झुक जाओ किसी के सामने बट गिरना नहीं. നമ്മൾ ഒരാളുടെ മുമ്പിൽ നമ്മൾ കുനിഞ്ഞോ മാപ്പ് വാങ്ങിച്ച് പക്ഷെ വീഴരുത്. എന്തൊക്കെ ലൈഫ് സംഭവിച്ചാലും സെൽഫ് റെസ്പെക്ട്. ആൻഡ് പൈസ ഉണ്ടാക്കാൻ പഠിപ്പിച്ചില്ല പക്ഷെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ലൈക്ക് ഇനോ अपने स्वाभिमान के लिए जियो. സച്ച് അത്രയും സ്ട്രോങ് ആക്കി. അപ്പം ഞങ്ങൾക്ക് എന്ത് പറഞ്ഞാലും ആരെങ്കിലും ഞങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിനെ തൊടുമ്പോൾ അത് ഭയങ്കരമായിട്ട് ട്രിഗർ ആകും. ബിക്കോസ് ദാറ്റ്സ് ഹൗ വി ബീൻ ഫീഡഡ്. ഞങ്ങൾ മമ്മി പപ്പാനെയും കണ്ടത് അവരെയും അങ്ങനെയാണ്. they have never cared about society, two different religion, whatever they are. ഞങ്ങൾ ഏത് രീതിയിൽ വളർത്തുന്നോ
ആരൊക്കെ എന്തൊക്കെ പറഞ്ഞോ 3 പെൺകുട്ടികളുടെ അച്ഛൻ 30 വയസ്സ് തികഞ്ഞ 3 പെൺകുട്ടികളുടെ അച്ഛനമ്മ ഈ സൊസൈറ്റിയിൽ കേൾക്കുന്ന വാക്കുകൾ എല്ലാ മാതാപിതാക്കൾക്കും ഷെയർ ചെയ്യണം. പക്ഷേ you know what my parents said? Papa said, पहले मुझे टेंशन होता था, പക്ഷെ ഇപ്പം എനിക്ക് സന്തോഷമാണ് കാരണം എൻ്റെ മക്കൾ എൻ്റെ അടുത്ത് സേഫും സന്തോഷത്തിലുമാണ്. These words, ഇത് മതി, ഇങ്ങനത്തെ 1-2 വാക്കുകൾ മതി. And Of course. look at us. Yes. Yes. Yeah. All right. So, moving back to Big Boss. Okay? Yes. Yeah, I'm just gonna shoot. You can just name these people, okay? Okay. I'll just go it to you. Okay. Okay. Who do you think is the best player? That already proved, Anna, but still. Do you think our decision, do you completely agree? എന്നോട് ബെസ്റ്റ് പ്ലെയർ ആരാന്ന് ചോദിച്ചാല് DIMPL BHL ഡിംപിൾ പാൽ is the best player എന്ന് മാത്രമേ ആൻസർ വരുള്ളൂ. Okay. Come on. Who was the manipulator? You want me to answer all this? You can. If you want to, or we'll go for a pass. Manipulator. ഞാൻ പറയുന്നില്ല. പറയുന്നില്ല. നിങ്ങൾക്കറിയാം. Okay, who was the true person? I mean, he was like, okay, at the end of the day, you would say, okay, എന്തൊക്കെ ദേഷ്യം പിടിച്ചാലും he was a genuine guy. I want to say എന്തൊക്കെ എന്നിൽ സംഭവിച്ചാലും was a genuine guy ഞാൻ അഡോണി. Okay. Who's the philosopher? Like, ഭയങ്കര life is all about അത് ഇത് and you should do this, do that എന്നൊക്കെ പറഞ്ഞു. It's your perspective. I mean, the audience, they have theirs, but I think everyone there, including me, maybe നമ്മളെല്ലാവരും ലൈഫിന്റെ ഫിലോസഫീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ലൈഫിന്റെ ഫിലോസഫി അറിയാം, കാരണം നമ്മളെല്ലാം ലൈഫ് ജീവിച്ചുകൊണ്ടിരിക്കുമല്ലേ. സോ അതങ്ങനെ ഇരിക്കട്ടെ, നിങ്ങൾ കള്ളക്കളി കളിക്കല്ലേ. Okay, ഇത് പഞ്ചാര. പഞ്ചാര means everywhere he ഭയങ്കര സ്വീറ്റ് ആയിരിക്കും, എല്ലാവരോടും സംസാരിക്കുമ്പോഴും ഒരു you know that not being flirty but still മനസ്സിലായി പഞ്ചാര. ഞാൻ പറയുന്നില്ല. this is questions skip on. All right. Appa, with lot of love, that was Dimple Bal, and hope you had fun. Yes. നിങ്ങൾക്ക് കിട്ടൂല, എന്റെ വായിന്ന് കിട്ടും. ഇതൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഞാൻ ഷെയർ. നിങ്ങൾ എന്നിട്ട് അറിയാതെ ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ആണെങ്കിൽ അത് നടക്കൂല. All right. So, thank you. Yes, You're done? thank you. Thank you.